ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ വാങ്ങട്ടെ. സമ്പൽ സമൃദ്ധിയാൽ നിറയ്ക്കട്ടെ. ദീർഘായുസ്, പൂർണ്ണ ആരോഗ്യം തന്ന തൃപ്തി വരുത്തട്ടെ. മക്കളെ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ. ഇതൊക്കെ ആഗ്രഹമില്ലേ? ഇതല്ലേ എല്ലാ മനുഷ്യൻ്റെ സ്വപ്നം. ഇതെല്ലാം തരാൻ മതിയായവൻ, സകലത്തിനും മതിയായവൻ എവിടെ ഇരിക്കണേ? നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചേക്കണേ. അതൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കണം കേട്ടോ. ഞാൻ ഓരോ വർത്താനം പറയുമ്പോൾ അത് യേശുവിനെ നാണക്കേടുണ്ടാക്കരുത്, യേശുവിനെ പിന്നെയും ക്രൂശിക്കരുത്, യൂദയുടെ സ്വഭാവം ഞാൻ കാണിക്കരുത്, പത്രോസിൻ്റെ സ്വഭാവം കാണിക്കരുത്, തള്ളിപ്പറച്ചിലും അതും ഇതൊക്കെ. ഇതെല്ലാം എല്ലാ ശിഷ്യന്മാരുടെ സ്വഭാവവും നമ്മളിലുണ്ട്. അവരൊക്കെ നമ്മളെപ്പോലെ സാധാ മനുഷ്യർ. അപ്പോൾ ഇനി യേശുവിനെ ഇങ്ങനെ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ് ആ അടിയും തുപ്പും ആട്ടും ഒക്കെ കൊണ്ടുവന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുക. ആ വസിക്കണ യേശുവിന് ഓരോ നിമിഷവും ഇടി തൊഴി ഇതൊക്കെ കൊടുത്ത് നമ്മൾ പിന്നെ അതിനെ ക്രൂശി കയറ്റി അത് അപമാനിച്ച് ലജ്ജിക്കാൻ ഇടവരുത്തരുത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇത് എന്നോട് ദൈവം സംസാരിച്ച കാര്യം കേട്ടോ. അത് തന്നെയാണ് ഇവിടെ പറയണത്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ അല്ലോ, യോഹന്നാൻ 4:4. അപ്പോൾ നമ്മളിലെ ഉള്ളിൽ വസിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തരാൻ പറഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ മരിച്ചവരാകുന്ന നമ്മളെ യേശുവിനോടൊപ്പം ഉയർപ്പിച്ച് അത് വലിയ വലിയ പദ്ധതിയിലേക്കാണ് നമ്മളെ വിട്ടേക്കണേ കേട്ടോ. ആ ഉയർപ്പിൻ്റെ ആത്മാവ് നമ്മളീ വസിക്കണേ കേട്ടോ. അപ്പം അതനുസരിച്ച് ഓരോ വാക്ക് പറയുമ്പോഴും എൻ്റെ ഉള്ളിലൊരാളുണ്ട്, അത് കേൾക്കും. ഓരോന്ന് ചെയ്യുമ്പോഴും ഓർക്കണം, എന്നെ മറ്റുള്ളവർ കാണാണ്ട് എനിക്ക് പലതും ചെയ്യാൻ പറ്റും, പക്ഷെ എൻ്റെ ഉള്ളിലുള്ളവൻ എൻ്റെ പ്രവൃത്തി കാണുന്നു. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ നന്നാവും കേട്ടോ. അപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യണം. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചർ 1000 റുപ്പീസ് ഉണ്ട്. അതുകൂടാണ്ട് നമ്മുടെ രേവതി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ബർത്ത്ഡേ വരിക. പിന്നെ മെയ് 6 ഇങ്ങോട്ട് എനിക്ക് അങ്ങ് അടുക്കുന്നതോറും എനിക്ക് ടെൻഷൻ കയറുക. എന്താണ് അതങ്ങനെയാണ്. കഴിഞ്ഞ ഓണമൊക്കെ അതെ, പകുതി പേരെ വിളിക്കണില്ല, ആരെയും തന്നെ വിളിക്കാണ്ടിരുന്നാലോ നോക്കുക. വിളിച്ചാൽ പകുതി പേരെ മറന്നു പോവുക. എന്നിട്ട് പിന്നെ അതിൻ്റെ വഴക്ക് എല്ലാവരുടെയും കേൾക്കും ഞാൻ. ആർക്കും ദേഷ്യമൊന്നുമില്ല കേട്ടോ, പക്ഷേ അവർ സ്നേഹം കൊണ്ട് വഴക്ക് പറയും. അതൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുക കേട്ടോ. ഓരോരുത്തരെ അപ്പടിയൊന്നും വിളിക്കൽ നടക്കില്ലാത്ത കാരണം വേറെ ഒന്നുമല്ല. നിങ്ങൾ ഹൃദയപൂർവ്വം ഈ ക്ഷണം സ്വീകരിക്കണം. നിങ്ങളെല്ലാവരും മെയ് 6 10:30 റബേക്ക സന്തോഷ്, എനിക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ ഇത് ആക്ട്രസ് അല്ലേ. അപ്പോൾ ആ കൊച്ചു വരും. നല്ല സുന്ദരി കൊച്ചാണ്. അപ്പോൾ അത് വരും. കൂടാണ്ട് അവിടെ അപ്പം നിലവിൽ ലൈവിലുള്ളവരെ എന്നാൽ ഞറക്കെടുത്ത് 5 പേർക്ക് ഗോൾഡ് കോയിൻ ഉണ്ട്. പിന്നെ കുറേ ഉണ്ട്, സംഭവങ്ങളുണ്ട്, ഭയങ്കര ഓഫറുകളുണ്ടെന്ന്. എന്നായാലും വാ, ഒത്തിരി പുതിയ പാറ്റേണുകൾ വന്നിട്ടുണ്ട്. ഇന്നെന്നാന്ന് പറയാമോ, നൈറ്റി അല്ല, ഫ്രോക്ക് ആദ്യം കാണിക്കണേ. ഇത് ഭയങ്കര ഡിമാൻഡാണ് നമുക്ക് ഈ അച്ചരപ്പുറൻ്റെ കോട്ടൺ ഫ്രോക്ക് കൂടെ വന്നിട്ട്. പിന്നെ അടിയിൽ ഫ്രില്ലുണ്ടോ? ഇതിനടിയിൽ ഫ്രില്ലുണ്ട്. പോക്കറ്റുണ്ടോ? ഇതൊരു പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊക്കെ ഈ ഉടുപ്പിട്ടാലോ അല്ലേ? എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉടുപ്പിടുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ടൗണിട്ടുമൊക്കെ വീട്ടിൽ തന്നെയല്ല. ഈ ഫോറിൻ മദാമ്മമാർ, ഫോറിനേഴ്സ് അപ്പടി ഉടുപ്പല്ലേ ഇറണേ. എലിസബത്ത് രാജ്ഞിയൊക്കെ മരിക്കണവരെ ഉടുപ്പല്ലേ. ശരിക്കും ഇപ്പം പൈസ എന്നവരെല്ലാം ചുരിദാറല്ലേ ഇറണേ. ഈ പാൻറ് കാലും മുമ്പിലാണ്ട് വലിച്ചു കയറ്റി ഒരു ഫ്രോക്ക് ഇങ്ങനെ അങ്ങ് ഇട്ടാൽ പോരെ അല്ലേ? നമുക്കങ്ങനെ ആകട്ടെ. യേശുവിൻ്റെ കൃപയെ പെട്ടെന്ന് ഫ്രോക്കിൻ്റെ ഭാഷ മറട്ടെ. 380 മീഡിയം. പെട്ടെന്ന് കാണിച്ചു കേട്ടോ. ഇതാ ഇനി എല്ലാം ഇവിടെ എത്തണം. ഇങ്ങനെയാട്ടോ, പെട്ടെന്ന് കാണിച്ചു. എൻ്റെ ദൈവമേ, ഒറ്റ പ്രിന്റ് സെയിം അല്ലെന്നേ. അത് കാരണം എല്ലാം കാണിക്കാൻ നല്ല പാടാ. ഫോട്ടോ എടുക്കണ്ട അല്ലേ? വെബ്സൈറ്റിൽ ഇറങ്ങില്ല കേട്ടോ. ഇത് അപ്പടിയും കൂടെ ഒരേപോലത്തെ അല്ലാത്ത കാരണം ഫ്രണ്ടൊക്കെ നോക്കിയെടുത്തോ കേട്ടോ. 380 ഉള്ളൂ. മീഡിയം ആട്ടോ ഈ കാണിക്കണതെല്ലാം. 380 ആട്ടോ. അടിപൊളി സംഭവങ്ങളാണ്. സ്ട്രൈസ് അടിയിലായ എല്ലാത്തിനും ആ ഫ്രില്ലുണ്ട് കേട്ടോ. പുറകിൽ വള്ളി, പോക്കറ്റ് എല്ലാം ഉണ്ട്. 380. ഇത് അതിൻ്റെ വേറെ പ്രിൻ്റ് അല്ലേ? ഞാൻ മടുത്തു. ഇങ്ങനെ പ്രിൻ്റ് വ്യത്യാസം വരുമെന്ന് ഞാൻ ഓർത്തില്ല. ഒരു സെഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെഷനിലേക്ക് ചെല്ലുമ്പോൾ അടുത്ത കളറ് ബ്ലൂ ആണിത്. ബ്ലാക്ക് അല്ലേ? ഇത് നേവി ബ്ലൂ ആട്ടോ. ബ്ലാക്ക് പോലെയൊക്കെ ഇരിക്കുവേ. മീഡിയം തന്നെയാട്ടോ.
ഇത് നമുക്ക് പുറത്തൊക്കെ ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ. 380 സ്ട്രൈപ്സ് ഒരെണ്ണം എടുത്തേക്കാം. ഇത് എന്ന് വീഡിയോ ഇട്ടാലും അപ്പം തന്നെ ഫുൾ തീരും കേട്ടോ. പ്രിന്റ് കേട്ടോ. സെയിം വി നെക്ക്. റെഡിൻ്റെ വേറെ ഉണ്ട്. 380 പ്രൈസ് മീഡിയം ആട്ടോ. അടിപൊളിയല്ലേ? എനിക്ക് ഇവിടെ പ്രായം ചെന്നപ്പൊക്കെ ഇടാൻ എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു അല്ലേ? ഇത് അമ്മമാർക്കൊക്കെ ഇത് എടുത്തോണ്ട് പോയായിരുന്നു. കുഞ്ഞിക്കയ്യും 380. ഇനി ലാർജ് ആട്ടോ. ഒരേ പ്രിൻ്റാണെങ്കിൽ ഇവിടുത്തണ്ട. പ്രിൻ്റ് വ്യത്യാസം എന്നേലും കാണും. നിങ്ങൾ ഈ സെയിം കളർ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഏതെങ്കിലും പ്രിൻ്റ് എടുക്കാം. എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കണം. ഞാൻ എല്ലാം ഒരുപോലെയാന്ന് പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ എല്ലാം വ്യത്യാസം. ശരി, ഒരു ഡിസൈൻ വ്യത്യാസവും. ലാർജ് ആട്ടോ ഇതെല്ലാം. പ്യുവർ കോട്ടൺ ആട്ടോ. ഇതൊരു വേറെ പാറ്റേൺ. പോക്കറ്റ് ഉണ്ട്, ബട്ടൺസ് ഒക്കെ ആയിട്ട്. അന്നേരം ഫ്രില്ലില്ല കേട്ടോ. ഏലയും തന്നെ റെഡ്. അതിൻ്റെ ഡിസൈൻ വ്യത്യാസം. ഇത് നേരത്തെ കാണിച്ച കൂട്ട് തന്നെ ഫ്രില്ലുള്ളത്. ഇത് സെയിം തന്നെയാണോ? 380 ആണോ? 380 തന്നെയാട്ടോ. ലാർജ് തന്നെ ബ്ലൂ. 380 ആട്ടോ. 380 വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് കാണിക്കാം. കട്ടി കടലാസ് 380. ഇത് ബ്ലാക്ക് ആണോ? ഇത് നേവി ബ്ലൂ ഒക്കെ ആണെന്ന് എനിക്ക് വേണം. ബ്ലൂ തന്നെയാണ്, ബ്ലാക്ക് ഇല്ല. റെഡും ബ്ലൂവും മെറൂണും ആണെന്ന് എനിക്ക് തോന്നുന്നു. ലാർജ് ആട്ടോ. ഇത്രയും കാണുമ്പോൾ നിങ്ങൾ ഓർക്കത് തീരൂല്ലെന്നാ, പെട്ടെന്ന് തീരും. ഇത് അത് കാരണം എനിക്ക് പലതും ഇങ്ങനെയുള്ള കാരണം വെബ്സൈറ്റിൽ ഇടാത്തത്. ദൂരം നേരം ഇരുന്നാലും വെബ്സൈറ്റിലിട്ട് തീരാം. അടിപൊളിയാട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ പ്ലീസ് പ്ലീസ്. അടിപൊളി അടിപൊളി സൂപ്പർ സംഭവം. ഇനി എക്സൽ സെയിം പാറ്റേൺ തന്നെ കേട്ടോ. പ്രിന്റിന് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ആ എക്സലിന് വേറെ കളർ കിട്ടിയില്ലല്ലോ. ബ്രൗൺ തന്നെയാട്ടോ. ഞാൻ എക്സലിലെ ബാക്കി എങ്ങോട്ട് പോയെന്ന് അറിയാൻ പാടില്ല. എക്സലിൽ കിട്ടിയില്ല. അതെ അതെ, വള്ളിയൊക്കെ ഉള്ള കാരണേ ഡബിൾ എക്സൽ എടുത്താലും കുഴപ്പമില്ല. ആ ആ എക്സലുകാർക്ക് ബ്രൗൺ മതി. ഈ ബ്രൗൺ എടുത്തോ. ആ നല്ല സുഖമാണെന്നില്ല. എൻ്റെ കൈ കളിച്ചു. അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇനി ഫ്രോക്കൊക്കെ എല്ലാവരും ഇടണം. കാലം പറ്റ വല്ല ഫങ്ഷനൊക്കെ സാരി കൊടുക്കണം. ഇങ്ങനെ ഫ്രോക്കൊക്കെ ഇട്ടാൽ അടിക്കണേം കാറ്റ് കയറും. മൊത്തം ഈ ചൂടത്തല്ലേ. മഴ പെയ്യുമ്പോഴും ഒരു വെയിൽ കളിഞ്ഞാൽ എന്നാ ചൂടാല്ലേ. ഡബിൾ എക്സൽ. ഇതിന് ബട്ടൺസ് ഉണ്ട്. ഇതൊക്കെ മറ്റേ പാറ്റേൺ തന്നെ ഫ്രില്ലുള്ള ഇതിനൊക്കെ. ഇതിന് സെയിം റേറ്റ് ആണോ? ഫ്രില്ലല്ലേ? ആ ബട്ടൺസ് ഉള്ളതിനൊന്നും ഫ്രില്ലില്ല കേട്ടോ. 380 തന്നെയാണോ? 380 തന്നെ. ഡബിൾ എക്സൽ. ഡബിൾ എക്സല് മതി മതി. നേവി ബ്ലൂ. പ്രിന്റ് വ്യത്യാസം. ഇത് ബ്ലാക്ക്. റെഡ്
എന്നോട് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം റെഡാട്ടോ. ഇത് കോഫി ബ്രൗണും അവനവൻ്റെ എല്ലാവരും അവനവൻ്റെ ഇഷ്ടം. എല്ലാവരും ഈ ഡ്രസ്സ് എടുത്തിട്ട് അവർക്ക് ഇഷ്ടമാണോ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ, എനിക്കിങ്ങനെ ആര് പറഞ്ഞാലും സമ്മതമല്ല, എനിക്ക് തന്നെ ഇഷ്ടപ്പെടണം. കുഞ്ഞൂനങ്ങനെ കേട്ടോ, കുഞ്ഞൂന് ഞാൻ പറയണ അല്ലാണ്ട് കുഞ്ഞു എടുക്കൂല. അപ്പോൾ അതിപ്പോൾ ഒരു പ്രശ്നം. കമ്മലെടുക്കണമെങ്കിൽ ഒരു 150 ഫോട്ടോ അയക്കും, എന്നിട്ട് അത് സെലക്ട് ചെയ്യല് നല്ല പണിയപ്പം. അല്ലെങ്കിൽ അത് കൊള്ളൂരെന്ന് ഞാൻ പറയുന്നത്. എവിടെയാലും 10 രൂപ അയ്യേ, അതോടൊരു മനസ്സ് പിടി ഡിമാവുന്ന ഇത് എന്തിനു കൊള്ളാന്ന് പറയുന്നത്. അതിലും ഭേദം കൊള്ളൂല്ലെങ്കിൽ എൻ്റെ ഇവിടെ നിൽക്കി വയ്ക്കാമല്ലോ. ഭയങ്കര ബുദ്ധിമതിയായ മകളെ ആട്ടോ ശമ്പളം തന്നേക്കണം. എന്താ ബുദ്ധി നോക്കാം. ഞാൻ സെലക്ട് ചെയ്താന്ന് പറഞ്ഞാൽ കെട്ടുവിനും കുറ്റം പറയില്ലോ. അപ്പോൾ ഭയങ്കര ഇത് ബട്ടൺസിൻ്റെ, ഇത് ഡബിൾ എക്സൽ, ഇത് ഡബിൾ എക്സലാട്ടോ. എല്ലാം നല്ലതാട്ടോ, പറക്കി എടുത്താട്ടോ. അത് കാരണം ഒന്നും മോശം വരില്ല. യേശുവിൻ്റെ കൃപയിൽ എല്ലാം അതിമനോഹരമാണ്. ഇത് ഡബിൾ എക്സൽ തന്നെയല്ലേ? നല്ലതല്ലേ ഈ സ്ട്രൈസ് എല്ലാം? ഇത് ബ്ലാക്കാ അല്ലേ? 350 രൂപയല്ലേ ഉള്ളൂ അല്ലേ? എന്നാലും ഇങ്ങനെ ഒരു ഫ്രോക്ക് അടിക്കണമെങ്കിൽ 200 രൂപ കൊടുത്താൽ പോലും ടൗണിലൊന്നും അടിച്ചിട്ടില്ല. അയൽക്കാരൊക്കെ അടിക്കണമെങ്കിൽ 200 രൂപയൊക്കെ, നാട്ടുകാരുമല്ലോ പഠിക്കണ പിള്ളേരൊക്കെ അടിക്കണമെങ്കിൽ 200 രൂപയിലോ. ആകെ 350 രൂപയല്ലേ ഉള്ളൂ. നമുക്കിടെ കടയിലൊക്കെ 350 രൂപ തയ്യൽ കൂലി, ഒത്തുകൂടി ഫ്രീ ആവും. ഡബിൾ എക്സലാട്ടോ ഈ കാണുന്നതൊക്കെ. ഡബിൾ എക്സൽ. നിങ്ങൾ ഈ ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. ഞാനും മിക്കവാറും ഫ്രോക്കൊക്കെ ഇടാനാണ് ചാൻസ്. ഇറക്കമൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു നന്നായിട്ട്. ഒരു 3XL എടുത്തുകൊണ്ട് പോയത് ഇട്ട് നോക്കണം. ഇറക്കമുണ്ട്. നമുക്ക് ആദ്യമൊക്കെ ചുരിദാറിടാൻ ഭയങ്കര ഭയവും നാണക്കേടും ഇങ്ങനെയൊക്കെയല്ല. എൻ്റെ പ്രായമുള്ളവരോടൊക്കെയാണ്. എനിക്ക് ആദ്യം തൊലിക്കട്ടി ഭയങ്കരമായിരുന്നു. പിന്നെ കുറച്ച് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് 350 ഉള്ളോ നോക്കിയോ? 3XL ഇത് 350 ഉള്ളൂ കേട്ടോ. വിലയൊക്കെ അതിലുള്ളതാണ്. 380. നിങ്ങൾ എവിടെ നിന്ന് മേടിച്ചാലും ഈ സെയിം വിലയാണ്. എൻസ്റ്റൈൻ്റെ ആണ്. അല്ലേ? ഞാൻ എടുക്കണം. ഇവനേലും അത് അല്ല, സ്ട്രൈസിന് വ്യത്യാസം. പണ്ടിങ്ങനെ അണ്ടർസ്കേർട്ട് ഇട്ടിട്ട് ടോപ്പിൻ്റെ ഇറക്കം ഇങ്ങനെയായിരുന്നു, നൈറ്റിയൊക്കെ പോലെ ഇങ്ങനെ അണ്ടർസ്കേർട്ട് പോലെ അങ്ങനെയൊക്കെയാണ് ഓർക്കേണ്ട. കോസ്റ്റ്ലി ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് മധുര 17 അങ്ങനെയൊക്കെ. അപ്പോൾ അതുപോലെ ഈ അടിയിൽ അണ്ടർസ്കേർട്ടൊക്കെ ഇടാൻ പറ്റില്ല, വെച്ചാൽ കാറ്റൊക്കെ കയറും. ഞാനീ പറയണ വേറെ ആരും കേൾക്കുമല്ലോ അല്ലേ? ചൂട് സൗകര്യമല്ലേ? ഇത് പുറത്തിടാട്ടോ, ഇത് വീട്ടിലിരുന്ന നൈറ്റി അല്ല കേട്ടോ, ഫ്രോക്കാട്ടോ. 3XL പുറത്തുവിടാവേ. കോട്ടൺ പ്രിൻ്റ് ഫ്രോക്കെന്നേ ഉള്ളൂ. നല്ല നല്ല പ്രിൻ്റാ. എന്നും കൊണ്ടുവന്നാലും തികയില്ല. അത് കാരണം കണ്ടമാനം എടുത്തുകൊണ്ട് വന്ന് ഒരു പീസ് പോലും താഴെയില്ല കടയിൽ കാണിക്കാനേ. പിള്ളേർക്കൊക്കെ ഇട്ടാനും ഹോസ്റ്റലിട്ട് കൊണ്ടുപോകാനും പുറത്തിടാനും ഈ കോട്ടൺ പ്രിൻ്റ് ആകുമ്പോൾ എല്ലാവർക്കും. ഇന്നലെ അപ്പുറം ഒരു ഫോറിനർ വന്നായിരുന്നു. നല്ല എന്നാ അതിൻ്റെ പേര് നല്ല രസമായിരുന്നു, ഫിനി. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് സുനി. അപ്പം അത് പറയാം എൻ്റെ പേര് ഫിനി. അത് ജർമ്മനിയിൽ നിന്നും കൂടെയുള്ള ഫ്രണ്ട് പാരീസും. കല്യാണം കാണാൻ നല്ല രസം. ഫോട്ടോയൊക്കെ ഇടാട്ടോ. അത് പറഞ്ഞു അടുത്ത വർഷം അത് മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചിട്ട് വരാം. എന്നിട്ട് എൻ്റെ മലയാളം അതിന് മനസ്സിലായിട്ടോ. എല്ലാവരോടും എന്നോട് പറയാം, എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കാം. എനിക്ക് അങ്ങനത്തെ ചമ്മലൊന്നുമില്ല, ഏതാണ്ടൊക്കെ പറഞ്ഞു. ആ ചമ്മൽ മാറിയാൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും കേട്ടോ.
എൻ്റെ വീഡിയോ പിടിച്ചിട്ടുണ്ട്, സ്വർണ്ണക്കടയുടെ വീഡിയോയിലിടാം. തൃശ്ശൂർ ഒരു കല്യാണത്തിന് വന്നതാണെന്ന് പറഞ്ഞു. ആ, അവരുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വന്നതാണ്. അത് പോയപ്പോൾ സ്വർണ്ണമാല എടുക്കാൻ വന്ന 2 മാല എടുത്തു. ഒരെണ്ണം കേരള ട്രഡീഷണൽ പാലക്കയുടെ പുതിയ ഇതില്ലേ അപ്ഡേഷൻ, അതെടുത്തു. ഒന്ന് പിന്നെ 18 ക്യാരറ്റാണോ ആ സൈസ്. ഇനി നൈറ്റി ആണോ? ഇനി നൈറ്റി കേട്ടോ. ഫ്രോക്കിൻ്റെ കഴിഞ്ഞ് ഈ വൈറ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. മീഡിയത്തിൽ മാത്രം വൈറ്റ് ഉള്ളൂ. വൈറ്റ് എത്രയാ? 340. സെയിം മോഡല് കളർ. ഇത് 385. പ്ലാസ്റ്റിക് കവറിൽ നിന്ന് എടുത്ത് കാണിക്കാം. 385. ഇത് 385. ഇത് മാത്രം സൈസ് ലാർജിൽ ഈ വൈറ്റേ കിട്ടിയുള്ളൂ. ഇത് എക്സലിൻ്റെ മീഡിയം ലാർജും ഒക്കെ താഴെ കാണും അല്ലേ? താഴെ ഉണ്ട്. മീഡിയം ലാർജും ഉള്ളവരൊക്കെ ഇങ്ങനത്തെ വേണമെങ്കിൽ ചോദിക്കുക. എക്സലും ഡബിൾ എക്സലും ഏതാണ്ട് തീർന്നു എന്ന് പറഞ്ഞാൽ നൈറ്റി അത് മാത്രമേ എടുത്തുള്ളൂ. ഇത് അപ്പടി ഫ്രോക്കാണ് പെട്ടെന്ന് തീർന്നേ. ഇതുണ്ടോ? ഇത് അജറപ്രിൻ്റെ അതിനെന്നാ വില? 19 രൂപ വ്യത്യാസമുള്ളൂ. ഇത്ര ഇറക്കത്തില്ല. 399. നല്ല പാറ്റേണൊക്കെ ആട്ടോ. ഡ്രസ്സില്ലേ? നല്ല രസമാണ്. 399. പെട്ടെന്ന് എടുത്തു. കുറച്ച് നല്ല പ്യുവർ കോട്ടനാണ്. കുറച്ച് കഴിയുമ്പോൾ പോട്ടെ, വേറെ എടുക്കാം. 399 പ്യുവർ കോട്ടനാട്ടോ. ഇത് നൈറ്റി മോഡൽ. മറ്റേത് ഏലൈനായിരുന്നു. ഇത് നൈറ്റി കട്ട്. ഇത് എക്സൽ തന്നെ. എക്സൽ തന്നെ 399. 399. ഇവിടെ ഫ്രില്ലാട്ടോ. 399. എനിക്കൊക്കെ നല്ല ലെങ്താ. 399. 399. 399. ഇതെല്ലാം എക്സൽ കേട്ടോ. ഇനി ഡബിൾ എക്സലിൻ്റെ അല്ലേ? ജയ്പൂർ കോട്ടൺ ആട്ടോ. 540. അതാ വില വ്യത്യാസം വന്നു. ഈ അജ്രക്കിൻ്റെ കിട്ടിയില്ല. ഇത് 540. ജയ്പൂർ കോട്ടനും ഭയങ്കര നല്ലതാണ്. ആ, മറ്റേതിനേക്കാളും വിലക്കുള്ള ജയ്പൂർ കോട്ടൺ. ഇത് ഡബിൾ എക്സൽ അല്ലേ? ഡബിൾ എക്സൽ ചുരിദാർ കട്ടിങ് 540. പ്യുവർ കോട്ടൺ ആണ്. ജയ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടണിൽ ഏറ്റവും വില കൂടിയത് കിട്ടണം അവിടുന്നാണ്. ജയ്പൂർ കോട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ നല്ല വിലയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏറ്റവും പ്യുവർ കോട്ടൺ. ഡബിൾ എക്സലിൻ്റെ നൈറ്റി കട്ട് 425. ഇനി ഇവിടെ തണ്ട 425. ഒരെണ്ണം എടുത്തേക്കാം. 399 ആട്ടോ ഇതിന്. അജറക്കിന് നൈറ്റി കട്ട് നല്ല ലെങ്തൊക്കെയാണ്. എനിക്കിത് ഡബിൾ എക്സൽ വേണമായിരിക്കും അല്ലേ? എക്സലായാലും മതി എന്ന് തോന്നുന്നു അല്ലേ? ഇച്ചിരി അത് നൈറ്റി ഇച്ചിരി ലൂസല്ലേ നല്ല. ഇങ്ങനെ നൈറ്റിയും നിങ്ങളുടെ സെലക്ട് ചെയ്ത് നല്ല സൂപ്പർ നൈറ്റികൾ ഇതിലേക്ക് ചുമപ്പ് മാറ്റി വെക്കണം. കാക്ക പണ്ടൊക്കെ കാക്ക വിരുന്ന് വിളിക്കുക. ഇന്ന് വിരുന്നുകാർ വരും. വിരുന്ന് വിളിക്കണ എങ്ങനെയാണോ? അല്ലല്ലോ, വേറെ ഒരൊച്ച കേൾപ്പിക്കും അല്ലേ? ശരിക്കും വിരുന്നുകാർ വരുമായിരുന്നു അല്ലേ പണ്ട്? കാക്ക എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു. എന്നെ കെട്ടിക്കണവരെ എനിക്ക് വിരുന്നുകാർ തന്നെയായിരുന്നു ഇഷ്ടം. എന്നെ കെട്ടിച്ച പിന്നെ എനിക്ക് വിരുന്നുകാർ ഇഷ്ടമല്ല. നമ്മൾ പണിയെടുക്കണമല്ലോ.
ഒറ്റ വിരുന്നുകാർ വരുമ്പോൾ ഇപ്പോൾ ഒത്തിരി പാചകം അമ്മച്ചിയല്ലേ പാവം പണിയെടുക്കണേ. വിരുന്നുകാർ വന്നാൽ പോണതും ഇഷ്ടമല്ലായിരുന്നു. 399. ഇതെല്ലാം 399 ആട്ടോ. ഡബിൾ എക്സൽ നൈറ്റി കട്ട്. ഡബിൾ എക്സലിൻ്റെ നൈറ്റി കട്ട് 399. ഡബിൾ എക്സൽ നൈറ്റി കട്ട്. ഇതിപ്പോൾ കണ്ടപ്പോൾ ഒത്തിരി തോന്നിക്കും, പെട്ടെന്ന് തീരും കേട്ടോ. ഈ നല്ല രസമാണ് ബനിയൻ. ഞാൻ കഴിഞ്ഞ ദിവസം കാശ്മീർ പോയപ്പം കഴിഞ്ഞ ദിവസം കാണിച്ച ബനിയൻ നൈറ്റി എടുത്തു. നല്ല ഡ്രസ്സായിട്ട് ഇട്ടാൽ ഞാനത് എടുത്തുകൊണ്ടിട്ടുണ്ട്. അത് അപ്പം തന്നെ തീർന്നായിരുന്നു. ഇതിച്ച വണ്ണമുള്ള കാരണം ഇതെല്ലാം എടുത്തേ. ഇത് പുതിയതാണ്. ഇവിടെ കണ്ടതേ കയ്യിലൊക്കെ ലേസ് വർക്ക്. ഇതിട്ടാൽ നിങ്ങൾ ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കും. 770. ബനിയൻ നൈറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് വണ്ണയില്ലാത്തവങ്ങൾ തോന്നിക്കും, വണ്ണം ഉണ്ടെങ്കിലും. മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ ആട്ടോ ഇത്. മീഡിയം തൊട്ട് അവിടെ കാണിച്ചു ഡബിൾ എക്സൽ വരെ നല്ല മെറ്റീരിയലും ആട്ടോ. ഇതാണ് ഞാൻ എടുത്തത്. ഇതെത്ര ഏതൊക്കെ സൈസ്? ഇത് ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള കാരണം ഞാനിത് എടുത്തല്ല, വണ്ണം കുറയാൻ. ഇതേ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോന്ന് പറയാൻ വെബ്സൈറ്റിൽ ഇറങ്ങില്ലെന്ന്. വാട്സപ്പ് കോൾ വിളിക്കുക കേട്ടോ. വാട്സപ്പ് കോള് മറ്റേ ലോക്കൽ കോള് പറ്റൂല കേട്ടോ. വൈഫൈയിലെ വർക്ക് ചെയ്യണേ. അപ്പോൾ പിന്നെ എന്നാ അപ്പോൾ ഈ കളറൊക്കെ ചോദിച്ചാൽ മതി, സൈസും എല്ലാം. പ്രിൻ്റൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ലെന്നേ, കിട്ടുന്നതൊക്കെ എടുത്തു. അപ്പം പിന്നെ മറക്കരുത്, മെയ് 6 നമ്മുടെ ഗോൾഡ് കടയിൽ വന്നം സ്വാ ഡയമണ്ട്സിൻ്റെ എക്സിബിഷൻ 3-ാം തീയതി 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഇതൊക്കെ ഈ അതിലുണ്ട്. എക്സിബിഷനുണ്ട്. ആ എക്സിബിഷൻ്റെ ഓഫറുകളുണ്ട്. സ്വാ ഡയമണ്ട്സിൻ്റെ ഒത്തിരി കളക്ഷൻ വരും. എല്ലാം ഉണ്ട്. ഒത്തിരി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് വന്നം. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.